ജീവന്റെ ഓരോ കാൽവയ്പിലും നാഥന്റെ സ്വരം ഞാൻ കേട്ടിടുന്നു. ജീവന്റെ ഓരോ കാൽവയ്പിലും നാഥന്റെ സ്വരം ഞാൻ കേട്ടിടുന്നു. തിരഞ്ഞെടുത്തെന്നെ നിയോഗിക്കുന്നു, തൻ ദിവ്യദൗത്യം പൂർത്തിയാക്കാൻ. തിരഞ്ഞെടുത്തെന്നെ നിയോഗിക്കുന്നു, തൻ ദിവ്യദൗത്യം പൂർത്തിയാക്കാൻ സർവം സമർപ്പിക്കുന്നു. സർവേശസൂനുവിൻ സന്നിധിയിൽ സമ്പൂർണമായെന്നെ സ്വീകരിക്കൂ. ദൈവപിതാവിനു ബലിയേകിടൂ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ശലോം ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിശ്വസ്തരായി ജീവിച്ചവർ എന്നതാണ്. കഴിഞ്ഞ 11 എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചത് ഏലിയ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ചാണ്. എപ്രകാരമാണ് ഏലിയ പ്രവാചകൻ വിശ്വസ്തയോടുകൂടെ വ്യാപരിക്കുകയും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിശ്വസ്തനായി കാണപ്പെടുകയും ചെയ്തത് എന്നതാണ്. നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ് എലീഷ പ്രവാചകനെ കുറിച്ച് പഠിക്കാൻ. ദൈവത്തിന് സ്വീകാര്യനായി ജീവിച്ച, ദൈവത്തിൻ്റെ കണ്ണിൽ വിശ്വസ്തനായിരുന്ന, ദൈവത്തിൻ്റെ അംഗീകാരം നേടിയ ഏലിയായെ പോലെ തന്നെ മറ്റൊരു പ്രവാചകനാണ് എലീഷ പ്രവാചകൻ. ഏലിയ പ്രവാചകന്റെ ശിഷ്യനായിരുന്നു എലീഷ പ്രവാചകൻ. അപ്പോൾ നമ്മൾ പഠിക്കുകയാണ് എപ്രകാരമാണ് എലീഷ തൻ്റെ ജീവിതാവസാനം വരെ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തീകരിച്ചത്. എപ്രകാരം അവൻ ദൈവത്തിന് പ്രീതികരമായൊരു ബലിവസ്തുവായി മാറി ദൈവത്തിൻ്റെ വിളിയോട് അവൻ എപ്രകാരമാണ് പ്രതികരിച്ചത്, തൻ്റെ ഗുരുവിനെ എപ്രകാരമാണ് അവൻ വിശ്വസ്തയോടുകൂടെ അനുഗമിച്ചതെന്നും അനുകരിച്ചതെന്നും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്രവാചകന്റെ ജീവിതം നമുക്ക് അനുകരണീയമായ ഒരു മാതൃകയായിട്ട് മാറുകയാണ്. നമുക്ക് ഈ പ്രവാചകന്റെ ജീവിതം അനുകരിക്കാൻ വേണ്ടിയാണ് വചനം പ്രവാചകൻ ഇത്രമാത്രം മനോഹരമായി അവതരിപ്പിക്കുന്നത് തന്നെ. നമ്മുടെ വിശ്വാസ ജീവിതം നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നല്ലതുപോലെ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ നമ്മെ സഹായിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ് എലീഷായുടെ ജീവിതം. എലീഷായെക്കുറിച്ച് വചനം ഇങ്ങനെയാണ് സംഗ്രഹിക്കുന്നത്. നമുക്ക് ബൈബിൾ എടുക്കാം, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ അച്ഛൻ പറയുന്ന വചനങ്ങൾ പ്രത്യേകം എഴുതി വെച്ച് ഈ വചന ശുശ്രൂഷ കേട്ടതിന് ശേഷം വീണ്ടും ആ വചനഭാഗങ്ങളൊക്കെ എടുത്തു വായിക്കുന്നത് നല്ലതായിരിക്കും. പ്രഭാഷകന്റെ പുസ്തകം 48-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. പ്രഭാഷകൻ 48, 12 മുതൽ 14 വരെ. ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തു. എലീഷായിൽ അവന്റെ ചൈതന്യം നിറഞ്ഞു. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുൻപിൽ ഭയന്നു വിറച്ചില്ല. ആരും അവനെ കീഴടക്കിയില്ല. ഒന്നും അവന് ദുസാധ്യമായിരുന്നില്ല. മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എലീഷ
ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, എലീഷയെ കുറിച്ചുള്ള വചനത്തിൻ്റെ സാക്ഷ്യമാണ്. എലീഷ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നമ്മൾ ഈ എപ്പിസോഡിൽ ധ്യാനിക്കാൻ പോകുന്നത് എലീഷയുടെ വിളിയെയും ആ വിളിയോട് എങ്ങനെ അവൻ വിശ്വസ്തയോടുകൂടെ റെസ്പോണ്ട് ചെയ്തു എന്നത് മാത്രമാണ്. എലീഷ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ദൈവം പ്രത്യേകം നിയോഗിച്ച ഒരാളാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ ദൈവം ഏലിയാ പ്രവാചകനോട് പറയുന്ന വാക്കുകളാണ്. കർത്താവ് കൽപ്പിച്ചു, നീ ദമാസ്കസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക, അവിടെ ഹസായേലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യുക, നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവായും ഷഫാത്തിന്റെ മകൻ എലീഷായെ നിനക്കു പകരം പ്രവാചകനായും അഭിഷേകം ചെയ്യുക. ഏലിയ പ്രവാചകൻ എലീഷായെ തെരഞ്ഞെടുക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരമാണ്. പേര് പറഞ്ഞു കൊടുത്തിട്ട് ദൈവം തന്നെ ഏലിയായോട് എലീഷായുടെ പേര്, ഐഡന്റിറ്റി പറഞ്ഞു കൊടുക്കുക. അവൻ്റെ സ്ഥലവും അവൻ്റെ പിതാവിൻ്റെ പേരും ആബെ മെഹോലിയായിലെ ഷഫാത്തിൻ്റെ മകൻ, കൃത്യമായ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ് എലീഷായുടെ. അവന് നീ നിനക്കു പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, എലീഷായുടെ അഭിഷേകം, അതാണ് ഒന്നാമത്തെ ചിന്ത. എലീഷായുടെ അഭിഷേകം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ഗാഡ്. എലീഷായുടെ തീരുമാനമല്ല, അല്ലെങ്കിൽ ഏലിയായുടെ തീരുമാനമല്ല, അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. ദൈവത്തിന് ഒന്നും ആകസ്മികമല്ല. നമ്മൾ ചില നേരത്ത് ഇപ്രകാരം പറയുമായിരിക്കും, അതൊരു ആകസ്മികമായ സംഭവമായിരുന്നു, അപ്രതീക്ഷിതമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ദൈവത്തിന് ഒന്നും ആകസ്മികമല്ല. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇനി നിനക്കുള്ള ജീവിത പങ്കാളി, വിവാഹ ജീവിതം നയിക്കുന്ന ഒരാളാകാം. നിന്റെ ജീവിത പങ്കാളിയെ നിനക്ക് ആകസ്മികമായി ലഭിച്ചതല്ല. നിനക്കുള്ള ജീവിത പങ്കാളിയെ ദൈവം തൻ്റെ അനന്തമായ പദ്ധതിയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നീ ഇന്നൊരു പുരോഹിതനാണെങ്കിൽ നിന്റെ പൗരോഹിത്യം ആകസ്മികമായി സംഭവിച്ചതല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നീ ഒരു സന്യാസിയാണെങ്കിൽ, ഒരു സമർപ്പിതയായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിന്റെ സമർപ്പിത ജീവിതം ആകസ്മികമായി സംഭവിച്ചതല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് മനസ്സിലുണ്ടാകണം. ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് യുവർ വൊക്കേഷൻ. നിന്റെ ദൈവവിളിയുടെ ഉറവിടം, പ്രിയപ്പെട്ട കുഞ്ഞെ, ദൈവമാണ്. അത് നീ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണെങ്കിലും, ഒരു പ്രേഷിതനാണെങ്കിലും, ഒരു സന്യാസിയാണെങ്കിലും, ഒരു വൈദികനാണെങ്കിലും, ദൈവമാണ് നിന്റെ ദൈവവിളിയുടെ ഉറവിടം. അതുപോലെ ദൈവമാണ് ഉറവിടമെങ്കിൽ നിന്റെ ആ ദൈവവിളിയെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. നിന്നെ എങ്ങോട്ട് അയക്കണമെന്ന്, നീ എവിടെ ബ്ലൂം ചെയ്യണമെന്ന്, നീ എപ്പോൾ എവിടെ എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്ന് ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു തീരുമാനമുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ തിരുവചനം നമുക്ക് പരിചയമുള്ള ഒരു വചനഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 15:16 ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇത് പറയുന്നതിന് ഒരു കോണ്ടസ്റ്റ് ഉണ്ട്. യഹൂദ റബിമാരെ അവരുടെ ആ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന വെച്ചത്, ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള റബിമാരെ തിരഞ്ഞെടുക്കാമായിരുന്നു, എന്നിട്ട് അവരുടെ കൂടെ പോകാമായിരുന്നു. അതായിരുന്നു നിലനിന്നിരുന്ന ഒരു കസ്റ്റം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ ഗുരുവിനെ തിരഞ്ഞെടുക്കായിരുന്നു. ഏത് സ്കൂളിൽ ചേരണമെന്ന്, ഏത് കോളേജിൽ ചേരണമെന്ന് നമുക്ക് ഇപ്പോൾ തീരുമാനമെടുക്കാൻ പറ്റുന്നത് പോലെ ഏത് റബിയെ തിരഞ്ഞെടുക്കണമെന്ന് ആ കുട്ടികൾക്ക് തീരുമാനിക്കാമായിരുന്നു.
ശിഷ്യന്മാർക്ക് തീരുമാനിക്കുമായിരുന്നു. പക്ഷേ ഈശോയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈശോ അത് എടുത്തു പറയുന്നത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളിൽ ഈ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. ഈശോ ഇഷ്ടം തോന്നിയവരെ ഈശോയുടെ ഇഷ്ടമനുസരിച്ച് അടുത്തേക്ക് വിളിക്കുകയാണ്. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവിടെ നിന്ന് വിളിക്കുന്നു, കൂടെ ആയിരിക്കാൻ വിളിക്കുന്നു, സുവിശേഷം പ്രഘോഷിക്കാൻ, ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ദൈവം അയക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ ചിന്ത ഇതാണ്, എൻ്റെ ദൈവവിളിയുടെ ഉറവിടം ദൈവമാണ്. കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച്, അവിടുത്തെ പദ്ധതി അനുസരിച്ചാണ് അവിടുന്ന് എന്നെ വിളിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട്, ഈ ദൈവവിളി ഒരു സൗജന്യ ദാനമാണ്. എലീഷ എന്തെങ്കിലും പ്രത്യേകമായി ഒരു കാര്യം ചെയ്തത് കൊണ്ടല്ല എലീഷായെ ദൈവം വിളിച്ചത്. ദൈവം അവന് ആ ദൈവവിളി സൗജന്യദാനമായി നൽകുകയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഹെബ്രായർ 5:4, അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല. എലീഷ സ്വയം ഏലിയായുടെ ഒരു ശിഷ്യനായി മാറി, പ്രവാചകനായി മാറിയതല്ല, ദൈവം അവനിത് ദാനമായി നൽകിയതാണ്. യോഹന്നാൻ 3:27 യോഹന്നാൻ പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന്, സ്നാപയോഹന്നാൻ്റെ വാക്കുകൾ, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ല എങ്കിൽ ആർക്കുമൊന്നും സ്വീകരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അടുത്തതായി എലീഷയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ചിന്ത ഒടുവിലെത്തവനെ വിളിക്കുന്ന ദൈവം എന്നതാണ്. ഒടുവിലായിരുന്നവനാണ് എലീഷ. നമ്മൾ വായിക്കുകയാണ് 1 രാജാക്കന്മാർ 19-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം. ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ടു 12 ഏർ കാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷഫാത്തിന്റെ മകൻ എലീഷായെ കണ്ടു. അവൻ 12-ാമത്തെ നിരയിലായിരുന്നു. ഏലിയ അവൻ്റെ സമീപത്തോടു കൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ മേലങ്കി അവൻ്റെ മേലിട്ടു. പ്രിയപ്പെട്ടവരെ, 12-ാമത്തെ നിരയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിലെത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കർത്താവ് വിളിക്കുന്നത് ഏറ്റവും ഒടുവിലെത്തവനെയാണ്. അവനൊരു യുവകർഷകനായിരുന്നു, അവൻ ഒടുവിലെത്തവനായിരുന്നു. തൻ്റെ മേലങ്കി അവൻ്റെ മേലിട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം എന്നൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായം 16-17 തിരുവചനങ്ങളിൽ ഈ ഒടുവിലെത്തവനെ ഒന്നാമതെത്തിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രഭാഷകൻ 33:16-17, ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാപിറക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. ഹല്ലേലൂയ. കാലാപിറക്കുന്നവനായിരുന്നവനെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനാക്കി കർത്താവ് മാറ്റി. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാപിറക്കുന്നവനെ പോലെ ഞാൻ ഒടുവിലെത്തവനായിരുന്നു. ശേഖരിക്കുന്നവരുടെ പിന്നിലായിരുന്നവൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനായി മാറി. നമുക്കറിയാം, ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത്, അവൻ്റെ വീട്ടുകാർ പോലും അവനെ വലിയ കാര്യമായിട്ടൊന്നും പരിഗണിച്ചിരുന്നില്ല. പക്ഷെ ദൈവം പറയുകയാണ്, 1 സാമുവേൽ 16:7 സാമുവേലിനോട് ദൈവം പറയാണ്, അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. പ്രിയപ്പെട്ടവരെ, ഒടുവിലെത്തവനെ തിരഞ്ഞെടുക്കുന്ന
ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. അങ്ങനെ ഒടുവിലായിരുന്ന എലീഷയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ എപ്രകാരമാണ് എലീഷ പ്രതികരിക്കുന്നത് എന്നത് സുന്ദരമാണ്. വാക്യങ്ങൾ 20ഉം 21 നമ്മൾ വായിക്കുന്നു. 19-ാമത്തെ അധ്യായം, 1 രാജാക്കന്മാർ അധ്യായം 19, 20ഉം 21. ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയായുടെ പിന്നാലെ ഓടിച്ചെന്ന് പറഞ്ഞു, മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞിട്ട് ഞാൻ അങ്ങയെ അനുഗമിക്കാം. ഏലിയ പറഞ്ഞു, പൊയ്ക്കൊള്ളൂ, ഞാൻ നിന്നോട് എന്തു ചെയ്തു? അവൻ മടങ്ങിച്ചെന്ന് ഒരേർ കാളയെ കൊന്ന് കലപ്പ കത്തിച്ച് മാംസം വേവിച്ച് ജനത്തിനു കൊടുത്തു. അവർ ഭക്ഷിച്ചു. എലീഷ ഏലിയായെ അനുഗമിച്ച് അവൻ്റെ ശുശ്രൂഷകനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഏലിയായുടെ പിറകെ പോയാൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എലീഷായുടെ മുൻപിൽ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. ഏലിയായുടെ പിറകെ പോകണമോ അല്ലെങ്കിൽ കർഷകനായി തുടരണമോ? എലിയ എപ്രകാരം എന്തൊക്കെ പ്രതിസന്ധികൾ സഹിച്ചു എന്നതിനെക്കുറിച്ച് ഏകദേശ ധാരണയുള്ള ഒരാളാണ് എലീഷ. കാരണം തങ്ങളുടെ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു പ്രവാചകനാണ് ഏലിയ, പ്രശസ്തനാണ്. അദ്ദേഹം അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ച് അറിവുള്ളവനാണ് എലീഷ. അപ്പോൾ ഈ ഏലിയായുടെ പിറകെ പോയാൽ ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ധാരണയുണ്ട്. ഇനി ഈ വിളി കിട്ടിയ എലീഷ എന്തു ചെയ്യണം? ഏലിയായുടെ പിറകെ പോകണോ അല്ലെങ്കിൽ കർഷകനായി തുടരണമോ? കർഷകനായി തുടർന്ന വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം പറയാണ്, ഒരു ഇടുങ്ങിയ വഴിയുണ്ട്, വിശാല വഴിയുണ്ട്. ഇടുങ്ങിയ വഴി എന്ന് പറയുന്നത് അതൊരു പ്രോഫറ്റിക് ലൈഫാണ്. വിശാല വഴി എന്ന് പറയുന്നത് അതൊരു നോർമൽ ലൈഫാണ്. നീ ഏത് തിരഞ്ഞെടുക്കും? പ്രോഫറ്റിക് ലൈഫ് എന്ന് പറയുന്നത് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഇടുങ്ങിയ വഴിയാണ്. നോർമൽ ലൈഫ് എന്ന് പറയുന്നത് വിശാല വഴിയാണ്. നീ ഏത് തിരഞ്ഞെടുക്കുമെന്നതാണ് ചോദ്യം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13ഉം 14ഉം തിരുവചനങ്ങളിൽ ഈശോ നമ്മോട് പറയാണ്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. ഈശോയുടെ ഒരു ഡയറക്ഷനാണ്, ഈശോയുടെ ഒരു കമാൻഡ്മെന്റ് ആണ്. നിങ്ങൾ ഇടുങ്ങിയ വഴിയിലൂടെ, വാതിലിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എലീഷ ഏലിയായെ അനുഗമിക്കാൻ തീരുമാനിക്കുന്നു. സ്വർഗത്തിലുള്ള പിതാവല്ലാതെ വേറൊരു പിതാവില്ല എന്ന് അവന് പറയുന്നൊരു സാഹചര്യമാണ്. അവൻ കാളകളെ കൊന്ന് വിരുന്നൊരുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഈ പഴയ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല. അവൻ കാളയെ കൊല്ലുകയാണ്, അവൻ കലപ്പ കത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതമാർഗം അവൻ ഉപേക്ഷിക്കുകയാണ്. കലപ്പയിൽ കൈവച്ചിട്ട് ഇനി തിരിച്ചു പോകുന്നവന് എനിക്ക് യോഗ്യനല്ല എന്ന് ഈശോ പറയുന്നുണ്ട്. തിരിച്ചു പോകാൻ അവനിനി കലപ്പയില്ല, തിരിച്ചു പോകാൻ അവനിനി കാളയില്ലാത്ത വിധം അത് മുഴുവൻ കത്തിച്ച് ഇല്ലാതെയാക്കി, എല്ലാം വിറ്റിട്ട് എന്നെ അനുഗമിക്കാൻ ഈശോ പറഞ്ഞതുപോലെ എലീഷ ഏലിയായെ അനുഗമിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഒത്തിരിയേറെ പുതിയ നിയമ ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്. ചുങ്കസ്ഥലത്തായിരുന്ന മത്തായി അവൻ്റെ ജീവിതമാർഗം ഉപേക്ഷിച്ചിട്ട് ഈശോയെ അനുഗമിക്കുന്നു. അപ്പോസ്തലന്മാര് പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും എല്ലാം തങ്ങളുടെ വഞ്ചിയും വലയും പിതാവിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈശോ വിളിക്കുമ്പോൾ ഈശോയെ അനുഗമിക്കുകയാണ്. പത്രോസ് അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങൾ, ഞങ്ങളിതെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നാണ് ചോദ്യം. ഈശോ പറഞ്ഞു, എന്നെ പ്രതി സഹോദരനെയോ സഹോദരിയെയോ മാതാപിതാക്കളെയോ ജീവിത പങ്കാളിയെയോ മക്കളെയോ വയലുകളെയോ എന്തുപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം 100 ഇരട്ടിയായിട്ട് മടക്കി കിട്ടുമെന്ന് കർത്താവ് പറയുകയാണ്. അമ്മ ത്രേസ്യ ഈ ഉപേക്ഷിക്കലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാം ഉപേക്ഷിക്കുന്നവരാണ്.
മാതാപിതാക്കളെ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, നമ്മൾ വയലുകൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, സമ്പത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകത്തിൻ്റേതെന്ന് പറയുന്ന എല്ലാം ഉപേക്ഷിച്ചവരാണ് നമ്മൾ. അമ്മ ത്രേസ്യ മിണ്ടാമഠത്തിലെ കന്യാസ്ത്രീകളെ കുറിച്ച് പറയുകയാണ്. പക്ഷേ അമ്മ ത്രേസ്യ പറയാണ്, എല്ലാം ഉപേക്ഷിച്ച നമ്മൾ ഇനി ഉപേക്ഷിക്കാനായി ബാക്കിയുള്ളത് നമ്മളെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, എലീഷ തൻ്റെ കാളയെ കൊന്ന് വിരുന്നൊരുക്കി, കലപ്പ കത്തിച്ച് വിരുന്നൊരുക്കി എന്ന് പറയുമ്പോൾ തനിക്ക് ഉള്ളതും തൻ്റെ ഉള്ളവും അവൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പുറമേയുള്ളത് ഉപേക്ഷിച്ചിട്ട് അകമേയുള്ളത് ഉപേക്ഷിക്കാതിരിക്കുന്നവരെ കുറിച്ച് അമ്മ ത്രേസ്യ പറയുന്നത്, വാതിലെല്ലാം അടച്ച് ഭദ്രമാക്കിയ ഒരു ഭവനം, പക്ഷേ കള്ളൻ ഉള്ളിൽ തന്നെയാണ്. കള്ളനെ അകത്താക്കി വാതിലടച്ച ഭവനത്തെ പോലെയാണ് സ്വയം ഉപേക്ഷിക്കാതെ മറ്റുള്ളതെല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയുന്നവരെന്ന്. പ്രിയപ്പെട്ടവരെ, നിന്നെ കൊണ്ട് ദൈവരാജ്യത്തിന് ഗുണമുണ്ടാകുമോ? ദൈവം നിന്നെ വിളിക്കുന്നുണ്ട്. നിന്നെ ദൈവം വിളിക്കുമ്പോൾ നിന്റെ വിളിയോടുള്ള, ദൈവത്തോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും? നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ ചില സ്ത്രീകളെ കുറിച്ച് വായിക്കുന്നുണ്ട്. 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിലാണ്. യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെരോദോസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവാനയും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് തങ്ങളെ കൊണ്ട് പറ്റുന്ന ശുശ്രൂഷ ഏതാണോ അത് ചെയ്തുകൊണ്ട് അവർ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവരാജ്യ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ടവരെ പങ്കുകാരാകുന്നതിനു വേണ്ടി ദൈവം നമ്മെ അനുദിനം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു ദേവാലയത്തിൻ്റെ മുറ്റമടിക്കുന്ന ശുശ്രൂഷയാകാം, വൃത്തിയാക്കുന്ന ശുശ്രൂഷയാകാം, ഒരു പ്രാർത്ഥന, ഒരു മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുന്ന ഒരു ശുശ്രൂഷയാകാം, ഒരു ധ്യാനകേന്ദ്രത്തിൽ കഞ്ഞിവെക്കുന്ന ശുശ്രൂഷയാകാം, കണക്കെഴുതുന്ന ശുശ്രൂഷയാകാം, എന്തും ആവാം. നീ ദൈവരാജ്യ ശുശ്രൂഷയിൽ എങ്ങനെ പങ്കുകാരനാകുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കണം. നിനക്ക് ദൈവം ഇന്ന് തന്നിരിക്കുന്ന ഇതെല്ലാം, നിന്റെ കണ്ണിൻ്റെ കാഴ്ചയും നിന്റെ കാതിൻ്റെ കേൾവിയും നിന്റെ സംസാരിക്കാനുള്ള ശക്തിയും നിന്റെ കൈകളും കാലുകളും നിന്റെ ഹൃദയവും നിന്റെ മനസ്സും ആത്മാവും ദൈവരാജ്യം പണിതുയർത്തുന്നതിനു വേണ്ടി സമർപ്പിക്കുമോ? ദൈവം നിന്നെ വിളിക്കുന്നുണ്ട്. എലീഷ വിളി കേട്ടതുപോലെ നീ വിളി കേൾക്കുമോ? എലീഷ ഉത്തരം പറഞ്ഞതുപോലെ നീ ഉത്തരം പറയുമോ? എങ്കിൽ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി കണക്കാക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ആ വരം തരണമേ. ഞങ്ങളെ അങ്ങ് വിളിക്കുന്നത് കേൾക്കാനുള്ള കാത് തരണമേ. അങ്ങയുടെ വിളിക്ക് ഉത്തരം നൽകാൻ ഒരുക്കമുള്ള ഒരു ഹൃദയം നൽകണമേ. പ്രിയപ്പെട്ടവരെ, എലീഷയെ കുറിച്ചുള്ള പഠന പരമ്പര നമ്മൾ ഇന്ന് ആരംഭിച്ചു. എലീഷയുടെ ജീവിതത്തിലെ മറ്റ് നിർണായകമായ സംഭവങ്ങൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ധ്യാനിക്കുന്നതായിരിക്കും. അടുത്ത ആഴ്ച ഈ ശുശ്രൂഷയിലൂടെ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അച്ഛനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.